ഫ്രണ്ട്സ്, IBPS PO മോക്ക് ടെസ്റ്റ് സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഓൾറെഡി IBPS POയുടെ മോക്ക് ടെസ്റ്റ് സീരീസിലെ ഫസ്റ്റ് പാർട്ട് 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, എല്ലാവരും നോക്കണം. നമ്മൾ സെക്കൻഡ് പാർട്ട് 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ക്വസ്റ്റ്യൻ: The information below is about the total number of students who like two sports, cricket and football in two schools, X and Y. Okay. The number of students who like only football in school Y is 50. The number of students who like only cricket in school X and that of school Y are in the ratio 4:5 respectively. Okay. അപ്പോൾ only cricket, only football എന്ന് പറയുന്നത് വെൻ ഡയഗ്രം ആണ്. പക്ഷെ നമുക്ക് ആദ്യമേ ഡേറ്റാസ് എല്ലാം ഒന്ന് വേണം. അപ്പോൾ നമുക്ക് ആദ്യമേ എക്സ് ഉണ്ട്, വൈ സ്കൂൾ ഉണ്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് പറഞ്ഞിരിക്കും ഓരോ ഡേറ്റാസ് നമുക്ക് വായിക്കുമ്പോൾ തന്നെ എടുത്ത് എഴുതാൻ നോക്കാം. അപ്പൊ നമ്പർ ഓഫ് ഫുട്ബോൾ ഓൺലി എന്നല്ലേ ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലെ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ വൈ, വൈയിലാണ് 50. ഓക്കെ, അത് എടുത്ത് എഴുതി. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ക്രിക്കറ്റ് ഇൻ സ്കൂൾ എക്സ് ആൻഡ് ദാറ്റ് ഓഫ് സ്കൂൾ വൈ are in the ratio 4:5. The number of students who like only cricket in school X. Only cricket, number of students who like only cricket in school X and that of school Y. ഇതിൽ നമ്മളെ റേഷ്യോ ആണ് 4:5. അപ്പൊ നമുക്ക് റേഷ്യോ എഴുതാം 4:5. അപ്പൊ ഇവിടെ എക്സും വൈ ഒക്കെ ഒരു വേരിയബിൾ ഉള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ വേറൊരു വേരിയബിൾ എടുത്താണ്. കാര്യം നമുക്ക് ഇത് വെച്ച് ഇനി കമ്പയർ ചെയ്യാൻ വരുമായിരിക്കും. 4:5. The number of students who like only cricket and football together. അപ്പൊ ഇനി അത് രേഖപ്പെടുത്താം. only football and cricket. Football and cricket together. In school X, Xiladu is 50% of the total students who like only cricket in school X. only cricket എത്രയായിരുന്നു 4. അതിന്റെ 50% എന്ന് പറഞ്ഞത് പകുതി ആയിരിക്കും, 2A ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി the number of students who like only cricket and football together in school Y, സ്കൂൾ വൈയിലെയാണ് പറയുന്നത്, ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടുഗദർ is 10 more than that in school X. അത് ഇതിനേക്കാളും 10 കൂടുതലാണ്. അപ്പൊ 2A plus 10. ഇതുകൊണ്ടാണ് നമ്മളെല്ലാം വേരിയബിൾ ആക്കി എഴുതുന്നത് ആണ് ബെറ്റർ എന്ന് പറയുന്നത്. റേഷ്യോയെ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യേണ്ടി വരും. ഓക്കെ, the number of students who like cricket in school Y is 59. സ്കൂൾ വൈയില് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ഇതല്ല, അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരെന്ന് പറയുമ്പോഴേ ക്രിക്കറ്റ് മാത്രം ഇഷ്ടപ്പെടുന്നവരും ഫുട്ബോളും ക്രിക്കറ്റും ഇഷ്ടപ്പെടുന്നവരും അതിൽ വരും. അപ്പൊ അതിന്റെ ടോട്ടൽ ആണ് 59. നമുക്ക് ഇങ്ങോട്ട് എഴുതണം. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ്, ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ് ഈസ് 20 മോർ ദാൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എ. അപ്പോ ഈ 50നേക്കാൾ 20 കൂടുതലായിരിക്കും. ഇപ്പൊ ഇത് 70 കിട്ടി. ഡേറ്റാസ് കിട്ടി. ഇനി നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ പറഞ്ഞ ഹിന്റ്, ഇത് എന്താണ് ഹിന്ദ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ക്രിക്കറ്റ് ഇൻ സ്കൂൾ വൈ ഈസ് 59 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ടോട്ടൽ ഈ ടോട്ടൽ ആയിരിക്കും. അതായത് 5Aയും 2A plus 10, ടോട്ടൽ എത്ര? 7A plus 10. ആ 7A plus 10 ആണ് 59 എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് 7 എന്ത് കിട്ടും? 59 മൈനസ് 10 ആണ്. മൈനസ് 10 എത്ര? 59 മൈനസ് 10 എത്ര? 49. അപ്പൊ ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നതാണ്. അപ്പൊ എ എത്ര കിട്ടി? 7 എന്ന് കിട്ടി. എ 7 എന്ന് കിട്ടിയെങ്കിൽ നമുക്ക് ഇവരുടെ എല്ലാം കറക്റ്റ് വാല്യൂ എഴുതാല്ലേ. ഇതാ അപ്പൊ എത്ര വരും? ഇത് 28 ആയിരിക്കും. ഇവിടെ 7 5 35 ആയിരിക്കും. ഇതെത്ര? 14 ആയിരിക്കും. ഇവിടെ 14 10 24 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡേറ്റ എല്ലാം കിട്ടി. ഇനി നമ്മൾ ഇത് എങ്ങനെ എടുത്തെഴുതുന്നത് ശ്രദ്ധിച്ചോ. നമ്മൾ വെൻ ഡയഗ്രം വരയ്ക്കുകയാണ്. അപ്പൊ ഇത് സ്കൂൾ എക്സ്, സോറി, ഇത് ക്രിക്കറ്റിനെ ഡിനോട്ട് ചെയ്യും. ഇത് ക്രിക്കറ്റും ഇത് ഫുട്ബോളിനെ ഡിനോട്ട് ചെയ്യുന്ന രണ്ട് സർക്കിൾസ് ആണ് ഇത്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നോർമലി ഉള്ള രീതിയിലല്ല. കാര്യം ഇത് രണ്ട് സ്കൂളുകളുടെ ഡേറ്റയാണ്. അപ്പൊ മുകളിലെ ഇത് ഞാൻ വര വെച്ച് രണ്ടാക്കിയിട്ട് ഇത് സ്കൂൾ എക്സിനെ റെപ്രസെന്റ് ചെയ്യും മുകളില്, ഇത് താഴെ സ്കൂൾ വൈയെ റെപ്രസെന്റ് ചെയ്യുന്നു നമുക്ക് പറയാം. ഇനി നമുക്ക് ഓരോ ഡേറ്റ എടുത്ത് എഴുതാം. ഫുട്ബോൾ ഒള്ളി ഇൻ സ്കൂൾ എക്സ് എത്ര? സ്കൂൾ എക്സിൽ ഫുട്ബോൾ ഒള്ളി എന്ന് പറഞ്ഞാൽ, സോറി, ഫുട്ബോൾ ഒള്ളി ഇതാണ് 70. സ്കൂൾ വൈയിൽ ഫുട്ബോൾ ഒള്ളി എത്രയാണ്? 50.
ഓക്കെ. ഇനി ക്രിക്കറ്റ് ഒള്ളി ഇൻ സ്കൂൾ എക്സെട്ര ആണ്. ക്രിക്കറ്റ് ഒള്ളി, ഇതാണല്ലോ ഫുട്ബോൾ ഒള്ളി ഇൻ, സോറി ഫുട്ബോൾ ഒള്ളി ഇൻ സ്കൂൾ എക്സ്. ഫുട്ബോൾ ഒള്ളി ഇൻ സ്കൂൾ എക്സ് 70, ഫുട്ബോൾ ഒള്ളി ഇൻ സ്കൂൾ വൈ എന്ന് പറയുമ്പോൾ ഇതായിരുന്നു, സോറി ഇതല്ല. ഇനി ക്രിക്കറ്റ് ഒള്ളി ഇൻ സ്കൂൾ എക്സ്, ഇത് ക്രിക്കറ്റിന്റെയാണ്, ഇത് സ്കൂൾ എക്സ് ആണ്. അപ്പൊ അത് 28. ഇനി ക്രിക്കറ്റ് ഒള്ളി ഇൻ സ്കൂൾ വൈയോ 35. ഇനി അടുത്തത് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ഇൻ സ്കൂൾ എക്സ് എന്ന് പറയുന്നത് 14, അതായത് രണ്ടും കൂടെ ചേർന്ന് വരുന്നത് ഇതാണ് 14. ഇനി രണ്ടും കൂടെ ചേർന്ന് വരുന്ന വൈയുടേത് എത്ര? 24. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റേഷ്യോ സ്റ്റുഡൻസ് ഹു ലൈക്ക് ഒൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ് ടു ദോസ് ഇൻ സ്കൂൾ വൈ? ഒൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ്, ഒൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ് എത്ര? 70, ഇത് 50. 7:5 ആയിരിക്കും സിമ്പിൾ ആയിട്ട്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ബോത്ത് സ്പോർട്സ് ഇൻ സ്കൂൾ വൈ. സ്കൂൾ വൈയിലെ രണ്ടും ഇഷ്ടപ്പെടുന്നു, ബോത്ത് സ്പോർട്സ്. ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ ദോസ് ഇൻ സ്കൂൾ എക്സ്? സ്കൂൾ എക്സിനേക്കാൾ എത്ര കൂടുതലാണ്? രണ്ട് സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവര് 14ആണ്. സ്കൂൾ വൈയിലേത്, സ്കൂൾ എക്സിലത് 14, സ്കൂൾ വൈഡത് 24 ആണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് 24, വൈഡിലത് എത്ര? 24, എക്സിലത് 14. 14 എത്ര കൂടുതല? 10 കൂടുതല. അപ്പൊ 14 10 × 100. ഏത് സ്കൂൾ വൈ ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ സ്കൂൾ എക്സ്? 14 എത്ര? അപ്പോൾ ഇവിടെ നമ്മള് അപ്രോക്സിമേറ്റ് ആണ്. ഓക്കെ ഓക്കെ, അപ്പം 7 വെച്ച് ക്യാൻസൽ. ആദ്യമേ പകുതി എടുത്താൽ 7, സോറി, ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 7, ഇതിന്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 50. ഇവിടെ ഇപ്പൊ 7 7 49.1 വരും. 7.1ന്റെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 71%. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അവർ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് മിക്കവാറും IBPS മിക്കവാറും ക്വസ്റ്റ്യൻ നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ, അതായത് പോയിന്റ് ഒക്കെ ഉള്ളത് വരും. അതിനെ കറക്റ്റ് അപ്രോക്സിമേറ്റ് എടുക്കാൻ അറിയണം. Find the difference between the number of students who like only cricket in school X and the number of students who like only cricket and football together in school Y. Difference ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിന്റെയാ? Number of students who like only cricket in school X. Only cricket in school X 28, അതിന്റെയും 28ന്റെയും. പിന്നെ ഏതാ? Number of students who like only cricket and football together in Y. ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ടുഗദർ, ക്രിക്കറ്റും ഫുട്ബോളും ടുഗദർ ഇൻ വൈ 24 ആണ്. 28 24 നമ്മൾ ഡിഫറൻസ് എത്ര? 4. ഓക്കെ, അടുത്ത പറഞ്ഞാൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഫുട്ബോൾ ഇൻ സ്കൂൾ എക്സ്. സ്കൂൾ എക്സിലെ ഫുട്ബോൾ. അപ്പൊ ശ്രദ്ധിച്ചോണേ, സ്കൂൾ എക്സിലെ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഈ 70 വരും, 14 ഈ 14 കൂടും. കാര്യം ഇത് ഫുട്ബോൾ മാത്രം, ഇത് ഫുട്ബോൾ ക്രിക്കറ്റൂടെ ഉള്ള. അപ്പൊ ഫുട്ബോള് മാത്രം നോക്കുമ്പോഴാണ് 70, ഫുട്ബോൾ എന്ന് മാത്രം, അതായത് ഫുട്ബോൾ ഒൺലി ഫുട്ബോൾ എന്ന് നോക്കുമ്പോഴാണ് 70. അല്ലാതെ ഫുട്ബോള് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ 70 14 കൂട്ടേണ്ടത്. അത് 84. 84 ആൻസർ. അടുത്ത ഫൈൻഡ് ദ റേഷ്യോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ടുഗദർ ഇൻ സ്കൂൾ എക്സ്. ഓൺലി ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ടുഗദർ ഇൻ സ്കൂൾ എക്സ്. സ്കൂൾ എക്സിലെ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ടുഗദർ 14. പിന്നീട് റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടു ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ലൈക്ക് ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ വൈ. ഓൺലി ഫുട്ബോൾ ഇൻ സ്കൂൾ വൈ എന്നാണോ പറഞ്ഞത്? സ്കൂൾ വൈ ആണ്, സ്കൂൾ എക്സ് ആണ്? സ്കൂൾ എക്സ് ആണ് 70, സ്കൂൾ വൈ ആണെങ്കിൽ 50.
വൈ ആണെങ്കിൽ 50. ഡയറക്റ്റ് ക്യാൻസൽ ആവുന്നല്ലോ. അപ്പൊ ഇവിടെ പകുതി എടുത്ത 7ഉം 25, 7:25 ആവും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്തായാലും ഡിയിലെ 5 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പൈപ്പ് ആൻഡ് സിസ്റ്റങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. Pipe A can fill 30% of a tank in 6 hours and pipe B can fill 40% of the tank in 8 hours. Pipe C is an outlet pipe and can empty the full tank in 25 hours. If the tank is already 50% filled, find the time taken by all the pipes together to fill the remaining part of them. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്ന പൈപ്പ് എ ഉണ്ട്. എക്ക് 30% അറിയാലോ. 30/100 ചെയ്യുമ്പോൾ 3/10 വരും. 3/10 മാക്സിമം എഴുതി പഠിക്കണം. ഇത് ഇത്രയും ഫില്ല് ചെയ്യാൻ വേണ്ടി 6 മണിക്കൂറാണ്. അപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് ഫില്ല് ചെയ്യാൻ എത്ര എന്നാണ് കറക്റ്റ് അവിടെ നിന്ന് വേണം ചെയ്തു തുടങ്ങും. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്ന ആദ്യം ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2, ഈ 10 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഒരു യൂണിറ്റ് ഫില്ല് ചെയ്യാൻ 20 മണിക്കൂറാണ് എയുടെ. ഇനി ബിയുടെ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കാം. ബിയുടെ എത്രയാണെന്ന് പറഞ്ഞാൽ 40% അറിയാമല്ലോ. എത്രയാ? 2/5 ആണ്. അതായത് 20% 1/5 ആണ്. 40% 2/5. ഈ 2/5 പോർഷൻ ഫില്ല് ചെയ്യാൻ 8 മണിക്കൂറാണ്. ഇവിടെ നമുക്ക് ഒരു പോർഷൻ മൊത്തം ഫില്ല് ചെയ്യാനുള്ള കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യമേ 2 8 ക്യാൻസൽ ചെയ്യാൻ 4, ഇങ്ങോട്ട് ഗുണിക്കുമ്പോൾ ഒരു യൂണിറ്റ് ഫില്ല് ചെയ്യാൻ 20 മണിക്കൂർ. അപ്പൊ രണ്ടും സെയിം തന്നെ കിട്ടി. ഇനി സി ഔട്ട്ലെറ്റ് പൈപ്പ് ആണ്, എംറ്റി ചെയ്യാണ്, 25 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മളൊരു മൈനസ് സൈൻ കൊടുക്കും, ഇതെല്ലാം പ്ലസ് സൈൻ കൊടുക്കും. അപ്പൊ ഇങ്ങോട്ട് മാറ്റി എഴുതാം. എ ഫില്ല് ചെയ്യാണ് 20 പ്ലസ് എന്ന് കൊടുക്കും. ബി ഫില്ല് ചെയ്യാണ് 20 മണിക്കൂർ കൊണ്ട് പ്ലസ് കൊടുക്കും. സി ഡ്രെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് പൈപ്പ് ആണ്, മൈനസ് കൊടുക്കും. അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാലും മതി. അപ്പൊ ഇതിന്റെ 3ന്റെ LCM അല്ലെങ്കിൽ ടോട്ടൽ വർക്ക്, നമ്മൾ ടൈം ആൻഡ് വർക്കിൽ ചെയ്യുന്ന പോലെ 3ന്റെ LCM ആണ് ടോട്ടൽ വർക്കായിട്ട് എടുക്കുന്നത്. ഇപ്പൊ 25, 20, 20ന്റെ LCM എത്ര? 25ന്റെ 4th മൾട്ടിപ്ലൈ 100 വരും. ഇതിന്റെ എല്ലാത്തിനും കോമൺ മൾട്ടിപ്പിൾ എടുത്താൽ LCM തന്നെ വരണമെന്നില്ല, കോമൺ മൾട്ടിപ്പിൾ മതി. LCM എടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പൊ ഇതിന്റെ എഫിഷ്യൻസി 5, അതായത് 20/5 ആണ് 100. ഇവിടെ ഇതിന്റെ എഫിഷ്യൻസി 5, 20/5 ആണ് 100. ഇവിടെ ഇതിന്റെ എഫിഷ്യൻസി 4. അതായത് ഓരോ അവറിൽ, ഇവിടെ അവറിലാണെന്നിരിക്കും, ഓരോ അവറിൽ 5 യൂണിറ്റ് ഫില്ല് ചെയ്യും, ഇത് 5 യൂണിറ്റ് ഫില്ല് ചെയ്യും. ഇപ്പൊ ടോട്ടൽ 10 യൂണിറ്റ് ഫില്ല് ചെയ്യും. ഇയാൾ 4 യൂണിറ്റ് കളയും, ഡ്രെയിൻ ചെയ്യും, ആ വെള്ളം കളയും. അപ്പൊ 10 ൽ 4 പറഞ്ഞാൽ 6 യൂണിറ്റ് ആയിരിക്കും ഇവര് 1 മണിക്കൂറിൽ ചെയ്യുന്നത്. അതായത് ഇവരെല്ലാം ഒരുമിച്ചല്ലേ ചെയ്യുന്നത്. ഇതിന്റെ ടാങ്ക് ഇനി ഓൾറെഡി 50% ഫില്ല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടോട്ടല് ടാങ്കിന്റെ കപ്പാസിറ്റി 100 യൂണിറ്റ് ആണ്. 100 യൂണിറ്റ് വർക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ പകുതി ഫില്ല് എന്ന് പറയുമ്പോൾ 50 യൂണിറ്റ് ഫില്ലാണ്. ബാക്കി 50 ഫില്ല് ചെയ്താൽ മതി. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ഓൾ ദ പൈപ്സ് ടു. അതെല്ലാം കൂടെ ഒരു മണിക്കൂറിൽ എത്ര ചെയ്യുന്ന ഞാൻ പറഞ്ഞ 5ഉം 5 കൂടെ 10 ഫില്ല് ചെയ്യും, 4 കളയും. 10ൽ 4 കുറച്ച് 6 യൂണിറ്റ് ആണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ ഇനി 50 യൂണിറ്റ് നമുക്ക് ഫില്ല് ചെയ്യണം. 50/6 അതായത് ടൈം വേണ്ടത്. അപ്പൊ ഇതിന്റെ പാതി എടുത്തു കഴിഞ്ഞാൽ 25/3 ക്യാൻസൽ ചെയ്ത 3 8 24. എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആണോ? അല്ല, ഡെസിമൽ ആണ്. അപ്പൊ 8.33 ആയിരിക്കും. 8.33 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ, ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിളിന്റെ സമ്മും അതിന്റെ സൈഡ് ഓഫ് എ സ്ക്വയർ, സ്ക്വയറിന്റെ സൈഡിന്റെ സം 28 മീറ്റർ ആണ്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 50 മീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് 2 പ്രാവശ്യം കൂട്ടും, ബ്രെഡ്ത്തും 2 പ്രാവശ്യം കൂട്ടും. ഇതാണ് 50 എന്ന് പറഞ്ഞിട്ടുള്ളത്. 50, സോറി. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 16. ലെങ്ത് 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ 16 32 പ്ലസ് 2 ടൈംസ് ദ ബ്രെഡ്ത്ത് ആയിരിക്കും 50. അപ്പൊ ഇവിടെ 2 ടൈംസ് ബ്രെഡ്ത്ത് എത്ര നമുക്ക് കിട്ടും? 50 32 കുറച്ചാല് 18. 2 ടൈംസ് ബ്രെഡ്ത്ത് 18 ആണ്. ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? 9 എന്ന് കിട്ടും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ ബൈ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത്, എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. then find the side of the square. അപ്പൊ ബ്രെഡ്ത്ത് 9 ആണെങ്കിൽ സൈഡ് എത്ര ആയിരിക്കും? 9 കൂടെ എത്ര കൂട്ടിയാലാണ് 28 കിട്ടുന്നത്? 19 കൂട്ടിയാൽ സിമ്പിൾ. മെൻസുറേഷന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18. മോഹൻ സ്പെൻസ് 40% ഓഫ് മന്ത്ലി സാലറി ഓൺ റെന്റ് ആൻഡ് 30% ഓൺ ഫുഡ്. ഓക്കെ,
From the remaining amount, he gives money to his brother and sister in the ratio 5:3. If the difference between the amounts given to his brother and sister is rupees 6,000, what is Mohan monthly salary? Okay. അപ്പൊ നമുക്ക് 100 അസ്യൂം ചെയ്ത് നോക്കാം, കിട്ടുമോ നോക്കാം. 100 രൂപയാണ് അയാളുടെ സാലറി എന്ന് അസ്യൂം ചെയ്യുക. 100 രൂപ ആയിരുന്നുവെങ്കിൽ 40%, 100ന് 40% എത്ര? 40 തന്നെ. അതുകൊണ്ടാണ് നമ്മൾ 100 അസ്യൂം ചെയ്യുന്നത്. ഇയാൾ എന്തിനു കൊടുത്ത റെന്റിൽ ബാക്കി 30%, 30 രൂപ ഫുഡില്, 40 30 70 ഇനി ബാക്കി റിമൈനിങ് എത്രയാണ്? 30 രൂപയാണുള്ളത്. ആ 30 രൂപ അയാൾ എങ്ങനെ കട്ട് ചെയ്തു? 5:3 എന്ന് പറയുന്ന റേഷ്യോയിൽ കട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ടോട്ടൽ 8 യൂണിറ്റ് ആണ് 30. ഓക്കെ. നമുക്കിനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഈ 5 3ന്റെ കൂടെ ഡിഫറൻസ് തരാം, 2 യൂണിറ്റ്. അപ്പൊ 8 യൂണിറ്റ് 30 ആണ്, 2 യൂണിറ്റ് എങ്ങനെ കാണണം? 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ 2. അപ്പൊ ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 4 കൊണ്ട് ഡിവൈഡ് എളുപ്പം അങ്ങനെ 30ന്റെ പാതി ആദ്യം എടുക്കാം, 15. വീണ്ടും അതിന്റെ പാതി എടുക്കാം, അപ്പൊ 7.5 യൂണിറ്റ് കിട്ടും. ഇപ്പൊ 2 യൂണിറ്റിന് ഇക്വലന്റ് ആയിട്ട് 7.5 യൂണിറ്റ് ആണ് കിട്ടുന്നത്. ഇനി 7.5ക്ക് ഇക്വലന്റ് ആയിട്ട് അവര് പറഞ്ഞിരിക്കുന്ന കറക്റ്റ് വാല്യൂ എത്ര? 6000. അപ്പൊ ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതിനെ ഡബിൾ ചെയ്തിട്ടോ അല്ലെ 10 കൊണ്ട് ഗുണിച്ചിട്ടോ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഡെസിമൽ വെച്ച് ക്യാൻസൽ ചെയ്യാൻ പാടുണ്ട്. ഞാൻ ഡെസിമൽ വെച്ച് കറക്റ്റ് പറഞ്ഞുതരാം ക്യാൻസൽ ചെയ്യാൻ. 7.5ന്റെ സെക്കൻഡ് മൾട്ടിപ്പിൾ എത്ര? 7 2 കൊണ്ട് ഗുണിച്ചെത്ര? 15. ആ 15നെ 4 കൊണ്ട് ഗുണിച്ചെത്ര? 60. അപ്പൊ ആദ്യം 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് ഗുണിച്ചു. അപ്പൊ എഫക്റ്റീവ് ആയിട്ട് എത്ര കൊണ്ടാണ് ഗുണിച്ചത്? 8 കൊണ്ട്. 2 4 2 4 8. അപ്പൊ 8 പ്രാവശ്യം 60 ആയില്ലേ? 60 പിന്നെ 2 0 എങ്കിൽ അപ്പൊ ഒരു യൂണിറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഒരു യൂണിറ്റ് 800 കിട്ടി എങ്കിൽ 100 യൂണിറ്റ് 800 കൂടെ 2 0 കൂടെ കൊടുക്കും, 9,000 ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ. അതായത് കറക്റ്റ് മന്ത്ലി സാലറി 100 എന്ന് അസ്യൂം ചെയ്തതുകൊണ്ട്. ഓക്കെ. 19. A train running at the speed of 90 km/h crosses a platform whose length is 3/4 of its own length in 50 seconds. Find the time in seconds taken by train A to cross another train B whose length is 1.5 times of train A and running at 72 km/h in the same direction. Same direction. അപ്പൊ റിലേറ്റീവ് സ്പീഡ് ആണ് എടുക്കേണ്ടത്. തുടക്കം മുതൽ നമുക്ക് എയുടെ സ്പീഡ് km/h അല്ല, പക്ഷെ ഫൈനലി ചോദിച്ചിരിക്കുന്ന സെക്കൻഡില്ല. അപ്പൊ നമുക്ക് എന്തായാലും മീറ്റർ/സെക്കൻഡ് ആക്കണം. അപ്പൊ 98 മീറ്റർ/സെക്കൻഡ് ആക്കാൻ 5/18 കൊണ്ട് ഗുണിക്കും. 18 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 18 ആണ് 90. 25 മീറ്റർ/സെക്കൻഡ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റെപ്പ് എഴുതാതെ വേണം ചെയ്യാം. ഞാനത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോ ഇനി ഇതൊരു പ്ലാറ്റ്ഫോം ക്രോസ് ചെയ്യുക. അതിന്റെ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് 3/4 ഓഫ് ഇറ്റ്സ് ഓൺ ലെങ്ത്. അതിന്റെ ലെങ്തിനേക്കാൾ 3/4 ഉണ്ട്. അപ്പൊ ടോട്ടൽ അത് എത്ര കവർ ചെയ്യണം? അതായത് അപ്പൊ അതിന്റെ ലെങ്ത് 1 യൂണിറ്റ് ആണ് എഴുതുക. എന്നിട്ട് 1 യൂണിറ്റ് 4/4, പിന്നെ 3/4 കവർ ചെയ്യണം. മൊത്തം ഇപ്പൊ എത്ര? 7/4 ടോട്ടൽ കവർ ചെയ്യാനാണ് എത്ര? 25 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ എത്ര സമയം എടുക്കും? 50 സെക്കൻഡ്. അപ്പൊ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിക്കുകയാണ്? 25 5 125 കഴിഞ്ഞിട്ട് ഒരു 0. 7/4 യൂണിറ്റ് ക്രോസ് ചെയ്യാൻ എത്ര? അപ്പൊ 1 യൂണിറ്റ് ക്രോസ് ചെയ്യാൻ, അതായത് ഫുള്ള് അതിന്റെ ലെങ്ത് ക്രോസ് ചെയ്യാൻ എത്ര വേണം? പക്ഷെ ഇത് ക്യാൻസൽ ആവുന്നതല്ലല്ലോ 7. അപ്പൊ നമുക്ക് 4നെ ഇങ്ങോട്ട് ഗുണിക്കാം. 125 4 എത്ര ആയിരുന്നത്? 500 ആണ്. 500 കഴിഞ്ഞിട്ട് ഒരു 0/7. ഇതായിരിക്കും അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് ക്യാൻസൽ ആവുന്നതല്ല, ഇത് ഇരിക്കട്ടെ, നമുക്ക് അടുത്തത് നോക്കാം. കാര്യം ഇവിടെ അപ്രോക്സിമേറ്റ് അല്ലേ, ഇപ്പൊ പോയിന്റ് ഒക്കെ വരുന്നതായിരിക്കും മേബി. ഇനി ഫൈനൽ ടൈം കേൾക്കണം ബൈ ട്രെയിൻ A to cross another train whose length 1.5 എന്ന് വെച്ചാൽ 3/2. അപ്പൊ ഇതിനേക്കാളും 3/2 ലെങ്ത് ഉള്ള B. ഓക്കെ, അത് ഓർക്കണം. ആ ബിയുടെ സ്പീഡ് വന്നിട്ടുണ്ട് 72 km/h സ്പീഡ് എന്ന് പറയുമ്പോൾ അതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 4 കൊണ്ട് ക്യാൻസൽ ആവുന്നതാണ്. 18 4 72 20 കിട്ടും. ഇനി ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, സോറി സെയിം ഡയറക്ഷൻ ആണെങ്കിൽ രണ്ട് ട്രെയിൻസ് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അപ്പൊ ഒരേ ഡയറക്ഷനിൽ പോകുന്നു. അപ്പോ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വലിയ സ്പീഡിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നതായിരിക്കും. അപ്പം 25 20 കുറച്ച് 5 ആണ് റിലേറ്റീവ് സ്പീഡ് എടുക്കേണ്ടത്. ഇനി എത്ര ഡിസ്റ്റൻസ്? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം അല്ലേ? ടൈം ഇൻ സെക്കൻഡ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്യണം? ഇത് 5000/7 ആണോ? അല്ല, അതിനേക്കാൾ എത്ര? 3/2 ടൈംസ് എന്നാണ്. ഇതെത്ര
ഓക്കെ, ഇത് ആ, ഇനി ഇതിന്റെ റിലേറ്റീവ് സ്പീഡ് 25 20 കുറച്ചാൽ 5. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണേ. ഇതൊക്കെ അങ്ങനെ തന്നെ നമുക്ക് ക്യാൻസൽ ആവുമായിരിക്കാം. 5000/7 × 3/2. ഈ അഞ്ചെന്നുള്ള 5/1 ഒന്ന് സങ്കല്പിച്ചേ. ഇത് മുകളിൽ പോകുമ്പോ എന്താവും? 1/5 ഒന്നാവും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത ഇവിടെ 1000. 1000 ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത 500. 500 × 3 1500. ഇത് എവിടെ പ്രശ്നമുണ്ടോ? 100 400 500 5000/7 3/2 1.5 times 3/2 ടൈം 5/1 കറക്റ്റ് ആണല്ലോ. ഇൻറ്റു 1/5 5 കൊണ്ട് ക്യാൻസൽ ചെയ്ത 1000. 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 500. 3 15 1500/7. അത് കിട്ടത്തില്ലല്ലോ. ഓപ്ഷൻ ഉള്ളതൊന്നും വരത്തില്ലല്ലോ. എവിടെയാണ് പ്രശ്നം വന്നത്? ട്രെയിന് 100 km/h 25 m/s. അപ്പം 7/4 യൂണിറ്റ് കവർ ചെയ്യാനാണ് 1250. 25 ഓക്കെ. 4 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 125 400 500 ആണല്ലോ. 500 0/7. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് 5000/7 ആണ്. ഇനി ഓക്കെ ഓക്കെ, നമ്മള് ഇതിന്റെ മാത്രമേ ലെങ്ത് എടുത്തോളൂ. രണ്ടിന്റെ ലെങ്ത് ഇപ്പൊ ട്രെയിൻ ബിയുടെ ലെങ്താ. ട്രെയിൻ എയുടെ ലെങ്ത് കൂടെ എടുത്തില്ല. സോറി 5000/7 കൂടെ ആഡ് ചെയ്യണം. അതാണ് തെറ്റ് വന്നത്. ഈ സ്റ്റെപ്പ് തെറ്റാണ്. സോറി. അപ്പൊ 5000/7 ഇവിടെ 5000 × 3. ഇപ്പൊ നമുക്ക് സിംഗിൾ 15,000 അല്ലേ ഇത് /14 വരും. പ്ലസ് ഇവിടെ 5000/7 അതേ ഹോൾ ഡിവൈഡ് ബൈ ആണ് 5 വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ രണ്ടിടത്തും സെയിം ഡിനോമിനേറ്റർ ആക്കി 2 കൊണ്ട് ഗുണിച്ചത്. ഇവിടെ ഒരു 10,000 ഉണ്ട്. ഇപ്പൊ 10,000/14 ആവത്തില്ലേ? ഇപ്പൊ രണ്ടും ബേസ് സെയിം ആയി. ഇനി ഒരുമിച്ച് കൂട്ടാറില്ല. 10,000 15,000 കൂടെ കൂട്ടിയ 25,000 ആണ്. 25,000/14. പിന്നെ മുമ്പേ ചെയ്ത കണക്ക് 5 റെസിപ്രോക്കൽ ആവും. 1/5 ഒന്നാവും. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താല് 5 25. 5000/14 അപ്രോക്സിമേറ്റ് വാല്യൂ വേണം. 14 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാൻ പോകും. നമുക്ക് 7 വെച്ച് വേണം ക്യാൻസൽ ചെയ്യാം. 14 വെച്ചാകുമ്പോൾ ഞാൻ പറയാം 3 പ്രാവശ്യം 14 എത്രയാണ്? 42. ബാക്കി ഒരു 8 ഇല്ലേ? 8 0 എടുത്തത് 80. 80-നകത്ത് 14 5 70. ബാക്കി ഒരു 10 ഉണ്ട്. പിന്നെ ഒരു 0 ഉണ്ട്. 100 ആവും. 100-നകത്ത് 7 പ്രാവശ്യം 98. പിന്നെ ഒരു പോയിന്റ് ആയിരുന്നു 357 പോയിന്റ് സംതിങ് ആയിരിക്കും. നമുക്ക് 357 എന്നുള്ള റൗണ്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാ ഇവിടെ പ്രശ്നം വന്നത് എന്തായിരുന്നു? ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് ഞാൻ ബിയുടെ മാത്രം ഈ ബിയുടെ ലെങ്ത് മാത്രം എടുത്തു. അതായത് എയുടെ ലെങ്ത് ഇൻറ്റു 3/2. പക്ഷെ രണ്ടുപേരും ക്രോസ് ചെയ്യണ രണ്ടുപേരുടെ ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണ്ടേ. അപ്പൊ എയുടെ ലെങ്ത് കൂടെ ആഡ് ചെയ്യാൻ മറന്നു. അതാണ് നമുക്ക് ആദ്യം കിട്ടാനത്. ഓക്കെ, അടുത്തത് 20. റിയ സ്റ്റാർട്ടഡ് ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് റുപ്പീസ് എത്രയാ? 1,20,000. 1,20,000. I mean 1,20,000. After 3 months, Tanu joined her with 1,80,000. And after another 5 months, Riya withdrew 1/4 of her investment and Tanu added ₹60,000 more. Okay, at the end of the year, total profit റിയയുടെ പ്രോഫിറ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ എല്ലാവർക്കും ഇത്രയും വലിയ സംഖ്യ വെച്ച് ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പാട് വരാം. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ അപ്പൊ ഇച്ചിരി ഒന്ന് ടഫ്നെസ് കുറയ്ക്കാൻ വേണ്ടി ഇവിടുത്തെ 4 0 ഈ 4 0 4 0 4 0
4-0 കട്ട് ചെയ്യാമല്ലോ. ആ 4-0 കട്ട് ചെയ്തല്ലോ. ഇവിടുത്തെ 4-0 കട്ട് ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, പിന്നെ ഉള്ളത് റിയയുടെ 12 യൂണിറ്റ് ആണ്. 12 യൂണിറ്റ് വീതം, അതായത് 1,20,000 പൂജ്യങ്ങളെല്ലാം കട്ട് ചെയ്തു. ആഫ്റ്റർ 3 months തനു ജോയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് എമൗണ്ട്. ഇതിപ്പോ റിയയുടെ ആദ്യം നമുക്കൊന്ന് എഴുതാം. 12 ആഫ്റ്റർ അനദർ 5 months റിയ വിഡ്രോ. ഇപ്പൊ റിയ 8 മാസം വരെ ഇതായിരുന്നു ഇൻവെസ്റ്റ്മെന്റ് കേട്ടോ. പിന്നെ 8 മാസം കഴിഞ്ഞിട്ടാണ് 1/4 വിഡ്രോ ചെയ്തത്. 12-ന് 1/4 ഇത്ര വരും. 4 കൊണ്ട് ക്യാൻസൽ 3 വിഡ്രോ ചെയ്തു. 3 വിഡ്രോ ചെയ്താൽ ബാക്കി 9 യൂണിറ്റ് ആയിരിക്കും. 9 യൂണിറ്റ് എത്ര മാസത്തേക്കാ? ബാക്കി ഇപ്പൊ 4 മാസത്തേക്കായിരിക്കും. അപ്പൊ ഇയാളുടെ ടോട്ടൽ ഇത്ര 1296 പ്ലസ് 9 36 9 3 12 120 6 6 12 132 യൂണിറ്റ് വരും. പൂജ്യങ്ങളെ ക്യാൻസൽ ചെയ്ത് നോക്കണം. ഇനി താനുവിന്റെ നമുക്ക് എഴുതാം. താനു 3 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. പിന്നീട് 5 മാസം വരെ എത്ര ഉണ്ടായിരുന്നു? 18 യൂണിറ്റ് ഉണ്ട്. അപ്പൊ 5 മാസം വരെ 18 യൂണിറ്റ്, 18 പ്ലസ് യൂണിറ്റ് എന്ന് ഞാൻ പറയാം പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്തെന്നാണ്, അല്ലെ 18 രൂപ എന്ന് പറയാം. പിന്നെ 5 മാസത്തിന് ശേഷം എന്തായിരുന്നു? 60,000 കൂടെ ഇൻവെസ്റ്റ് ചെയ്തു അല്ലേ? താനു ആടെ അപ്പൊ 18 6 24 യൂണിറ്റ് ആയി. 60,000-ന്റെ 6 മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ. 24 ഗുണം ബാക്കി എത്ര മാസം ഉണ്ട്? അതായത് ആദ്യം ബിസിനസ് തുടങ്ങി 3 മാസം കഴിഞ്ഞിട്ടാണ് തനു വന്നത്. 5 മാസം 5 3 8, പിന്നെ ബാക്കി 4 മാസം. 18 5 90 പ്ലസ് 24 ഗുണം 4 എത്ര? 20 ഗുണം 4 80, 4 16 96 186 ഉണ്ട്. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കാം. ഇവരുടെ രണ്ടുപേരെ ഇൻവെസ്റ്റ്മെന്റിന്റെ അതേ റേഷ്യോയിലായിരിക്കുമല്ലോ പ്രോഫിറ്റ്. 6 വെച്ച് ക്യാൻസൽ 26 12, 12-നകത്ത് വീണ്ടും 26 12, 3 6 18 1 ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. 22 31 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. അപ്പൊ ഇവർക്ക് രണ്ടുകൂടി ടോട്ടൽ പ്രോഫിറ്റ് എത്ര? 22 31 കൂട്ടിയെ 53 യൂണിറ്റ് ആയിരിക്കും. 53 യൂണിറ്റ് ആണ് ടോട്ടൽ പ്രോഫിറ്റ്. അതിന് പകരം കറക്റ്റ് വാല്യൂ എത്ര പറഞ്ഞിരിക്കുന്നത്? 1,06,000 1,06,000 ആണ്. അപ്പൊ കറക്റ്റ് ക്യാൻസൽ ആവുന്ന നമ്പറാണ്. ഓക്കെ, 51-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. 2 കഴിഞ്ഞിട്ട് 3 0 2000. എങ്കിൽ റിയയുടെ ഷെയർ ഇതല്ലേ റിയയുടെ ഷെയർ. 22-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 44 കഴിഞ്ഞിട്ട് 3 0. ഇതായിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ.